അർജുനെ കെട്ടിപ്പിടിച്ച് കൊടുത്ത് അയാൾ പറയുന്നുണ്ട്, അർജുനെ നീ ഇപ്പോഴാടാ എൻ്റെ മകനായത്, ഞാൻ പറഞ്ഞതുപോലെ നീ കാര്യങ്ങൾ ചെയ്തു അല്ലേ. ആ ഒരു നിസാര സമയത്തിനുള്ളിൽ വരുത്തി തീർക്കാനായിട്ട് രാഘവൻ്റെ ക്രിമിനൽ വക്കീലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഇന്നത്തെ പ്രൊമോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു സംശയമുണ്ട്, എന്തുകൊണ്ടായിരിക്കും രാഘവനുണ്ണി അർജുനും അഞ്ജലിയും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അർജുനെ നീ മിടുക്കനാടാ, നീ എപ്പോഴും എൻ്റെ മകനായി, ഇപ്പോഴാണ് നീ എൻ്റെ മകനായതടാ, അങ്ങനെ പറഞ്ഞിട്ട് അർജുനെ കെട്ടിപ്പിടിച്ച് കൊടുക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാകും, എന്തുകൊണ്ടായിരിക്കും രാഘവൻ അങ്ങനെ ചെയ്തത് എന്ന്. അപ്പോൾ എനിക്കും ആ ഒരു സംശയം ഉണ്ടായി. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അതിന് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്ന വീഡിയോ വളരെ ഷോർട്ടായിട്ട് എപ്പിസോഡിന് ശേഷം വെറും 20 സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ ആണ് വന്നത്. അപ്പോൾ അതിലാണ് നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അഞ്ജലിയും അർജുനും പിരിയാൻ പോവുകയാണ് എന്ന രീതിയിലാണ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾക്കറിയാം. അഞ്ജലി അർജുനോട് പറഞ്ഞിട്ടുണ്ടാവും, രാജീവ് എനിക്ക് എന്താണെങ്കിലും രാജീവിൻ്റെ വീട്ടിലേക്ക് പോയേ പറ്റുള്ളൂ, എനിക്ക് വേറെ പോകാൻ ഒരിടമില്ല, അമ്പാടിയുടെ വീട്ടിൽ എന്താണെങ്കിലും ഇനി കഴിയാൻ പറ്റത്തില്ല, ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, എന്തോ ഒരു രഹസ്യം രാജീവ് എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്, അത് എന്താണെങ്കിലും പറ രാജീവ്, എന്തിനാണ് നീ എന്നെ ചതിക്കുകയാണോ രാജീവ്, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുകയാണ്. നമ്മുടെ അർജുൻ പറയും, അഞ്ജലി അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കത്തില്ല, നിന്നെ എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നീ ഇതൊന്നും മറന്ന് പറയല്ലേ, എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ദിവസങ്ങൾ കൂടി വേണം, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്, അത് കഴിഞ്ഞ് നിന്നെ എല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം, നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാം. ഇങ്ങനെ നമ്മുടെ അർജുൻ അഞ്ജലിയോട് പറയും. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ അഞ്ജലി കൺവിൻസ് ആയിട്ട് പോകുന്നില്ല. ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോയിലെ പോലെ കാര്യങ്ങൾ നമ്മുടെ അഞ്ജലി അർജുനോട് പറയുന്നത്, രാജീവ് നമുക്ക് പിരിയാം, എന്താണെങ്കിലും ഇനി ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, രാജീവിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, എന്താണെങ്കിലും നമ്മൾ തമ്മിൽ ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു സംഭവം വന്നപ്പോൾ നമ്മൾ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും അർജുൻ അഞ്ജലിയും കൂട്ടി ശംഖ് ചക്രത്തിൽ എത്തും. അത് ഇന്നത്തെ പ്രൊമോയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ അഞ്ജലി കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ അർജുൻ അഞ്ജലിയും കൂട്ടി എന്താണെങ്കിലും ശംഖ് ചക്രത്തിലേക്ക് എത്താം. വരുന്നിടത്ത് വെച്ച് കാണാം. അവിടെ നമുക്കറിയാം അർജുൻ സപ്പോർട്ടായിട്ട് ഗോവിന്ദനുണ്ണിയൊക്കെ ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ അർജുൻ എന്താണെങ്കിലും ഉണ്ട്. ആരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുള്ളി സപ്പോർട്ട് ചെയ്യും, എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലാണ് അർജുൻ അഞ്ജലിയോട് പറയും, ശരി അഞ്ജലി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഇനി വരുന്ന കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം, പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നീ ഇതുവരെ ഞാൻ കട്ടിയ സ്നേഹം സത്യമല്ല എന്ന് പറയരുത്, അതുകൊണ്ട് എന്താണ് നീ ഞാൻ കൊണ്ടുപോകാം, പക്ഷേ ഒരു നിമിഷവും എത്തുമ്പോൾ എന്നെ നീ കൈവിടരുത്. അങ്ങനെ അഞ്ജലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ നമ്മുടെ അഞ്ജലിയും കൂട്ടി ശംഖ് ചക്രത്തിലേക്ക് എത്തുന്ന ഒരു സീനാണ് നമ്മൾ ഇന്ന് പ്രൊമോയിൽ കാണുന്നത്. അനുപമയുടെ കിളി പറന്നു പോകുന്നൊരു സീനാണ് നമ്മൾ പ്രൊമോയിൽ ആദ്യം കാണുന്നത്. അനുപമ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അർജുൻ അഞ്ജലിയും കൊണ്ട് വരുമെന്ന്. അനുപമ ഇതിനിടയിൽ ഹരീന്ദ്രൻ വക്കീലിനെയും കൂട്ടിയിട്ട് അർജുനെ കൊല്ലാൻ നോക്കി, പല പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി, രാഘവനുണ്ണിയാണ് കൊല്ലാൻ ആളെ അയച്ചത് എന്ന് പറഞ്ഞ് നോക്കി, പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ അഞ്ജലിയും കൊണ്ട് അർജുൻ കയറി വരുന്ന സ്വപ്നത്തിൽ പോലും അനുപമ വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ശംഖ് ചക്രത്തിലേക്ക് അതായത് ശംഖ് ചക്രത്തിലേക്ക് നമ്മുടെ അഞ്ജലിയും അർജുനും എത്തുമ്പോൾ ഈ ഒരു സംഭവം ആദ്യം കാണാനായിട്ട് പോകുന്നത് അനുപമയാണ്. അനുപമ കിളി പറന്നു പോകും. അപ്പോൾ അനുപമ അർജുനോട് പറയും, അർജുൻ നീ എന്താണ് ചെയ്തത്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഇവളെയും കൂട്ടി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ വേഗം ഇവിടുന്ന് പോകും, ആരെങ്കിലും കാണുന്നതിന് പോകും, നീ വേഗം എങ്ങോട്ടെങ്കിലും പോകും അർജുൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനുപമ പറയും. പക്ഷേ അർജുൻ ഈ അനുപമയുടെ നമ്പറിലൊന്നും വീഴാനായിട്ട് പോകുന്നില്ല. പ്രൊമോയിൽ അർജുൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ്, എനിക്ക് വേറെ പോകാൻ ഒരിടവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഈ വീട്ടിൽ തന്നെ കയറും, ഇതെൻ്റെ വീടാണ്, വരുന്ന കാര്യങ്ങളെ ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാം. ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരുന്നൊരു സീനാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. രാഘവനും എല്ലാവരും ഉണ്ട് അവിടെ, ആ വീട്ടിൽ ശംഖ് ചക്രത്തിൽ എല്ലാവരും അവിടെ വരികയാണ്. എല്ലാവരും ഷോക്കഡായി നിൽക്കുകയാണ്. അതായത് രാഘവനുണ്ണിയുടെ ഏറ്റവും വലിയ ശത്രുവായി അഞ്ജലിയും കൈ പിടിച്ചതാ നമ്മുടെ അർജുൻ എത്തിയിരിക്കുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു സീൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു സീൻ എന്താണെങ്കിലും ഉണ്ടാകുമായിരുന്നു. പക്ഷേ
ഇതിൽ കുറച്ച് ഡാർക്ക് സീനായി. അതിനൊപ്പം തന്നെ വലിയൊരു ട്വിസ്റ്റും കൂടി ഇതിൽ നടന്നു എന്നുള്ളതാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ പ്രതീക്ഷിച്ച കാര്യം എന്താണ്? അഞ്ജലിയും കൂട്ടി അർജുൻ അവിടെ വരുമ്പോൾ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നതെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. അഞ്ജലിയെ പിടിച്ച് ഇടിക്കും, കൊല്ലും, അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ അതൊന്നും അല്ല നടന്നത് എന്നുള്ളത് ശരിക്കും വലിയൊരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അർജുന് ഈ രാഘവൻ തന്നെ പിടിച്ച് അടിക്കും, എന്തെങ്കിലും പറയും, ചീത്ത വിളിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് അർജുൻ അഞ്ജലിയും കൂട്ടി വന്നത്. പക്ഷെ ഇതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. രാഘവന്റെ മകനാണ് അർജുൻ എന്ന ആ ഒരു നിമിഷം ആ സത്യത്തിൽ നമ്മുടെ അഞ്ജലി അറിയുന്നത് കേട്ടോ. അഞ്ജലി ആണെങ്കിൽ ആകെ എന്താ പറയുക, ഭൂമിയിൽ നിന്ന് താഴേക്ക്, അതായത് ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയത്തെ ഒരു ഫീലാണ് അപ്പോൾ അനുഭവപ്പെടുന്നത് നമ്മുടെ അഞ്ജലിക്ക്. തൻ്റെ ഏറ്റവും വലിയ ശത്രു, തൻ്റെ കോടതിയിലെ ഏറ്റവും വലിയ ശത്രു, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു, തന്നെ കൊല്ലാൻ നടക്കുന്ന തൻ്റെ ശത്രു അതാ മുമ്പിൽ നിൽക്കുന്നു. അയാളുടെ മകനെയാണ് താൻ സ്നേഹിച്ചിട്ടുള്ളത്. ഇത് ആലോചിക്കുമ്പോൾ നമ്മുടെ അഞ്ജലിയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ അഞ്ജലി അങ്ങോട്ട് കിളിപറന്ന് നിൽക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിച്ചാണ് രാഘവന് നിൽക്കുന്നതെന്ന് പ്രൊമോയിൽ വളരെ വ്യക്തമാണ്. അയാളിങ്ങനെ സൂക്ഷിച്ച് കലി പുരണ്ട് ഇങ്ങനെ അത് കടിച്ച് പിടിച്ചിട്ട് നിൽക്കുകയാണ് അഞ്ജലിയെ നോക്കി കേട്ടോ. അഞ്ജലിയും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതായത് നാവങ്ങ് ഇറങ്ങിപ്പോയൊരവസ്ഥയിലാണ് നമ്മുടെ അഞ്ജലി ഉള്ളത്. അഞ്ജലി ഇങ്ങനെ നിൽക്കുകയാണ്, രാഘവനും ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം അവർ തമ്മിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ എല്ലാവരും ഷോക്കഡായി നിൽക്കുകയാണ്, നന്ദിനിയും എല്ലാവരും. പക്ഷേ ക്രിമിനൽ വക്കീലായ രാഘവൻ്റെ ഉള്ളിൽ അപ്പോഴെന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ അയാൾ ഓർത്തോർത്ത് കണക്ക് കൂട്ടുകയാണ്. എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും? ഇപ്പോൾ അഞ്ജലി അടിച്ചിറക്കി വിടണോ? അർജുനെ അടിച്ചിറക്കി വിടണോ? എന്ത് ചെയ്യും? അപ്പോൾ ക്രിമിനൽ വക്കീലായ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ബുദ്ധി ഉദിക്കുകയാണ്. ആ സംഭവം വേറൊന്നുമല്ല. അയാൾ ആലോചിക്കും, അഞ്ജലിയെ ഇപ്പോൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അർജുൻ എന്താണെങ്കിലും കൂടെ പോകും. അർജുനെ ഇറക്കിയിട്ട് ഇവർ തമ്മിൽ പുറത്തു പോയി താമസിക്കും. അപ്പോൾ എന്താണെങ്കിലും പത്മ കേസ് തനിക്കെതിരെ ഇവൾ വാദിക്കുക തന്നെ ചെയ്യും. എന്താണെങ്കിലും താൻ തോൽവി ഏറ്റുവാങ്ങും. അപ്പോൾ ഇത് പറ്റിയ അവസരമാണ്. ഇവരെ തഞ്ചത്തിൽ പിടിച്ച് ശംഖുചക്രത്തിലേക്ക് കയറ്റാം. എന്നിട്ട് നൈസായിട്ട് അഞ്ജലി അങ്ങോട്ട് ഒഴിവാക്കാം. ഒന്നെങ്കിൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇവളെ ഇവിടെ കിട്ടുമല്ലോ, ഇവിടെ ഇട്ട് ഇവളെ തീർത്ത് കളയാം. ഇങ്ങനെ തൻ്റെ ക്രിമിനൽ മൈൻഡിൽ രാഘവൻ കുറച്ച് ആ ഒരു സമയത്തിനുള്ളിൽ എങ്ങനെ ഈ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാമെന്ന് അയാൾ കഥ ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുള്ള തന്ത്രങ്ങളൊക്കെ അയാൾ മെനഞ്ഞു കഴിഞ്ഞു. അർജുനെ കെട്ടിപ്പിടിച്ച് കൊടുത്ത് അയാൾ പറയുന്നുണ്ട്, അർജുനെ നീ ഇപ്പോഴാടാ എൻ്റെ മകനായത്, ഞാൻ പറഞ്ഞതുപോലെ നീ കാര്യങ്ങൾ ചെയ്തു അല്ലേ. അർജുനൊക്കെ ഷോക്കഡായി പോകും. താൻ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. അർജുനൊക്കെ ഷോക്കഡായി പോകും. അഞ്ജലി ആണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അർജുൻ പ്രതീക്ഷിച്ചൊരു മറുപടിയും കാര്യങ്ങളല്ല രാഘവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ തന്ത്രപരമായിട്ട് അർജുൻ തൻ്റെ സൈഡിൽ നിന്നും അഞ്ജലിക്ക് വേണ്ടി, അഞ്ജലിയെ ഈ ശംഖുചക്രത്തിൽ എത്തിക്കാൻ വേണ്ടി താൻ പറഞ്ഞിട്ട് അഞ്ജലിയെ പ്രേമിച്ചതാണെന്ന് ആ ഒരു നിസാര സമയത്തിനുള്ളിൽ വരുത്തി തീർക്കാനായിട്ട് രാഘവൻ്റെ ക്രിമിനൽ വക്കീലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, അഞ്ജലി എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ശംഖുചക്രത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ്റെ വൈഫും അങ്ങനെ കുറച്ചധികം ആളുകൾ അർജുനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരുണ്ട്. അവർ കുറച്ചധികം കൺവിൻസ് ചെയ്തിട്ട് നമ്മുടെ അഞ്ജലിനെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റുന്നൊരു സീനാണ് നമുക്ക് കാണാനായിട്ട് പോകുന്നത്. ഏറെ ആശങ്കകളോടെയാണ് നമ്മുടെ അഞ്ജലി ശംഖുചക്രത്തിലേക്ക് കാല് വെച്ച് കയറുന്നത്. കാരണം കുറേ അധികം ആശങ്കകളുണ്ട്. താൻ ചതിക്കപ്പെട്ടോ, രാജീവ് അതായത് അർജുൻ എന്നെ ചതിച്ചോ, താൻ ഇവിടെ കൊല്ലപ്പെടുവോ, പത്മ കേസ് ഇതോടുകൂടി തീരുവോ, അങ്ങനെ കുറേ അധികം, അതായത് തൻ്റെ അച്ഛനെ താൻ ചതിച്ചോ, തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അയാളുടെ മകനെ താൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, അങ്ങനെ എന്തൊക്കെയോ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രയധികം കാര്യങ്ങൾ നമ്മുടെ അഞ്ജലിയുടെ മനസ്സിൽ ആ ഒരു നിമിഷത്തിൽ തോന്നുന്നുണ്ട്. ഒരു യാന്ത്രികമായൊരു അഞ്ജലിയാണ് ആ ഒരു നിമിഷത്തിൽ ഉണ്ടാവുക. വളരെ യാന്ത്രികമായിട്ടായിരിക്കും നമ്മുടെ അഞ്ജലിയെ ശംഖുചക്രത്തിലേക്ക് കയറുക. എന്താണെങ്കിലും വളരെ നല്ലൊരു പ്രോമോ തന്നെയായിരുന്നു. ഇനിയും കുറേ അധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണമെന്നുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട്, എടോ ഇതൊക്കെ ഈ പ്രൊമോയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന, അതായത് അർജുൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണ്,
താൻ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇടാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ പണി നോക്കുക, അങ്ങനെ പറഞ്ഞൊരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു വ്യക്തിയോട് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് കഥകൾ സ്പോയിൽ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഓരോ വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്താണ് ഈ സ്റ്റോറിയിൽ കാര്യം? അപ്പം ഞാൻ എങ്കിൽ പോലും കുറച്ചൊക്കെ ഇടാറുണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ. നമുക്കറിയാം അർജുന് കഴിഞ്ഞ ദിവസം കുളത്തിൽ വീണ് മരണപ്പെടും എന്നൊരവസ്ഥ വന്നപ്പോൾ അവിടെ പാർത്ഥസാരഥി വന്നാണ് രക്ഷിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും വേറെ എന്തെങ്കിലും കണ്ടിട്ടോ മുൻകൂട്ടി അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലെ എപ്പിസോഡുകൾ കണ്ടിട്ടോ ഒന്നുമല്ല. ഞാനൊരു പ്രതീക്ഷ അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്പോയിൽ ചെയ്ത് കളയാൻ എങ്ങനെ പറ്റും? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടാവുമോ? അങ്ങനെ സ്പോയിൽ ചെയ്ത് കളയാനാണെങ്കിൽ എത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. വേറെ ഭാഷയിലൊക്കെ ഇതിൻ്റെ തർജ്ജിമയായിട്ടുള്ള കാര്യങ്ങളും എപ്പിസോഡുകളൊക്കെ എനിക്ക് ഇട്ടുകൂടെ? പക്ഷെ അതെന്താണെങ്കിലും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ജെന്യുനായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇടാനായിട്ട് താല്പര്യം. എന്താണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ഒരിക്കൽ കൂടി ടേക്ക് കെയർ. ബൈ ബൈ.